നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ടീച്ച് ആൻഡ് ടോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC സിലബസിലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദുരന്ത നിവാരണ അതോറിറ്റി ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യമാണ് ദുരന്തം. ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന 3 ഘട്ടങ്ങളാണ്. 1. ദുരന്തപൂർവഘട്ടം, 2. ദുരന്ത സമയഘട്ടം, 3. ദുരന്താനന്തര ഘട്ടം. ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളെ 3ആയി തിരിക്കാം. 1. പ്രാഥമിക പ്രത്യാഘാതങ്ങൾ. ഇതിൽ വിപത്തുണ്ടാകുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രാഥമിക പ്രത്യാഘാതങ്ങൾ. ഉദാഹരണം, പ്രളയവേളയിലെ അപകടങ്ങൾ, ഭൂകമ്പ സമയത്തുള്ള കെട്ടിടങ്ങളുടെ തകർച്ച, ഉരുൾപൊട്ടൽ തുടങ്ങിയവ. രണ്ടാമതായി പറയുന്നതാണ് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ. ഇതിൽ പ്രാഥമിക പ്രത്യാഘാതങ്ങളുടെ പ്രേരണയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ്. ഉദാഹരണം, ഭൂകമ്പത്തെ തുടർന്നുണ്ടാകുന്ന അഗ്നിബാധ, വൈദ്യുത സേവനങ്ങളുടെ തടസ്സപ്പെടുത്തൽ. മൂന്നാമതായി വരുന്നതാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ. ഇതിൽ ദുരന്തത്തെ തുടർന്ന് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളാണ്. ഉദാഹരണം, നദികളുടെ സ്ഥിരമായ ദിശ മാറി ഒഴുകൽ, കൃഷിനാശം. അടുത്തത് ദുരന്ത നിവാരണ നിയമം 2005. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും രൂപീകൃതമായി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2005 ഡിസംബർ 23-നാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 3. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർപേഴ്സണും കൂടാതെ 9 അംഗങ്ങളും ഉൾപ്പെടുന്നു. ആകെ 10 അംഗങ്ങൾ. എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സണായിട്ടുള്ളത് പ്രധാനമന്ത്രിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചാപ്റ്റർ 3 സെക്ഷൻ 14 മുതൽ 24 വരെയുള്ള ഭാഗമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം 2007 മെയ് 4 എന്നാൽ ഇന്നത്തെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17-നാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അവിടെ കേന്ദ്രത്തിലായിരുന്നപ്പോൾ അത് പ്രധാനമന്ത്രിയായിരുന്നു. ഇവിടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രിയാണ്. ഓക്കെ, അടുത്തതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അതിൽ വരുന്നത് കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 10 പേരാണ്. ഇതുകൂടാതെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. KSDMAയുടെ മോട്ടോ, KSDMA എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, മോട്ടോ എന്ന് പറയുന്നത് ടുവാർഡ്സ് എ സഫർ സ്റ്റേറ്റ് എന്നാണ്. അടുത്തത് ജില്ലാ തല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. അപ്പോൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി, സംസ്ഥാനത്ത് മുഖ്യമന്ത്രി, ജില്ലാതലം വരുമ്പോൾ അവിടെ ജില്ലാ കളക്ടറാണ്. എല്ലാ ജില്ലയിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMAയുടെ കീഴിലുള്ള സ്ഥാപനം സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രമാണ്. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMAയുടെ കീഴിലുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം എന്ന് ആൻസർ എഴുതാം.
ഓക്കെ, താങ്ക് യു.